ഹലോ ഫ്രണ്ട്സ്, ഇപ്പൊ ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ മമ്മൂക്കന്റെ ഏറ്റവും പുതിയ സിനിമയായ കളങ്കാവൽ നമ്മൾ നിരാശപ്പെടുത്തിയോ, അല്ലെങ്കിൽ വേറെ ലെവലാണോ പടം? ഒറ്റ വാക്ക് പറയുകയാണെങ്കിൽ ഒരു ഡീസന്റ് പടം. നമ്മളെ കുറെ അഭ്യൂഹങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സയനൈഡ് മോഹൻ, അതുമായി ബന്ധപ്പെട്ട ആ ഒരു കേസുമായി ബന്ധപ്പെട്ട സംഭവം ഒരു ക്രൈം ത്രില്ലർ ആണെങ്കിലും ഇതൊരു സ്ലോ ബേസിൽ ഒരു വലിയ ചലനമില്ലാത്ത ഒരു പുഴ ഒഴുകുന്ന എങ്ങനെ അധികം ഇതില്ലാത്ത ഒരു സ്ലോ ബേസിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ ത്രില്ലിംഗ് ആയിട്ട് മുൾമുനയിൽ നിർത്തുന്ന സംഭവങ്ങളൊന്നുമില്ല, വളരെ കുറവാണ്. പിന്നെ അവസാനം കുറച്ച് ക്ലൈമാക്സിന്റെ അടുത്ത് എത്തുമ്പോഴാണ് പിന്നെ ഒരു ഓളം സൃഷ്ടിക്കുന്നതും ഒരു BGM ഒക്കെ ഒന്ന് ഒരു ലെവലിൽ വരുന്നത്. അതുവരെ ഒന്നുമില്ല, ഒരു ഓളത്തിൽ ഇങ്ങനെ പോവുകയാണ്. മൊത്തത്തിൽ നമുക്ക് ഒരു ഡീസന്റ് പടം അത്ര പറയാൻ പറ്റും. അബദ്ധം നമുക്ക് പറയാൻ പറ്റില്ല. വേറെ ലെവൽ ത്രില്ലർ മൂവിയാണെന്ന് അങ്ങനെ പറയാൻ പറ്റില്ല. ഒരു ഡീസന്റ് പടം അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഇതിന് ഓവർ ഒന്നും പറയാൻ പറ്റൂല. എന്താ പറയാ, എല്ലാവർക്കും അങ്ങോട്ട് ഇഷ്ടപ്പെടൂല. അതാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടൂല. പിന്നെ ത്രില്ലർ ബേസ് പറഞ്ഞാൽ നല്ല ഫാസ്റ്റ് ആയിട്ട് പോകുന്ന, എപ്പോഴും മുൾമുനയിൽ നിർത്തണം, ത്രില്ലർ ഭയങ്കര നമ്മളങ്ങോട്ട് ആകാംക്ഷയിൽ നിർത്തണം എന്നൊക്കെ പറഞ്ഞാൽ നടക്കുമല്ലോ. ഓരോ സിനിമക്കും ഓരോ ത്രില്ലറിനും ഓരോരോ മോഡ് ആണല്ലോ. ഒരു ഒരു കുഴപ്പമില്ലാതെ ഓണത്തിൽ ഇങ്ങനെ പോകുന്നുണ്ട്, അത്രേ പറയാൻ പറ്റും. അതിൽ നല്ല അഭിനയ മികവും കാര്യങ്ങളൊക്കെ ആയിട്ട് മമ്മൂക്കാൻ്റെ കാര്യം പറയാനല്ല, അത് എപ്പോഴും സൂപ്പർ ആയിരിക്കുമല്ലോ. അതിൽ വിനായകനാണ് കുറച്ചുകൂടി ഒരു ബെറ്റർ ആയിട്ടുള്ള സാധനങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തത്. വിനായകന്റെ കാര്യം പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. എല്ലാം അഭിനയിച്ച എല്ലാ റോളുകളും ഒന്നിനൊന്ന് മെച്ചാണ്, മികച്ചതാണ്, അതിലൊന്നും പറയാനല്ല. അപ്പോൾ അഭിനയിച്ച് ഫലിപ്പിച്ച് സംഭവമാക്കാനുള്ള കഥകളും ക്യാരക്ടർ അങ്ങനത്തെ റോളുകളൊന്നും ഇല്ല. എന്നാലും മൊത്തത്തിൽ എന്നാലും ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി കാണാം, അത്രേ ഉള്ളൂ. ഞാൻ ഓവർ അതിന് പ്രൊമോട്ട് ചെയ്യൂല. കുഴപ്പമില്ലാത്തൊരു സിനിമ. ഓക്കെ, താങ്ക് യു.